പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവർക്കും വീണ്ടും ഗ്ലോറി ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എൻ്റെ ഹാർദവമായ സ്വാഗതത്തെ ഞാൻ അറിയിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒരു വെൽവിഷറാണ്. അദ്ദേഹത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വചനത്തിലോട്ട് നീങ്ങുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത് കർത്താവെ ജനലക്ഷങ്ങളിലേക്ക് എത്തിക്കുവാൻ കർത്താവെ ആമേൻ ഭാഗമായി തീർന്ന, കൈകളെ നീട്ടിയ ആ പ്രിയ അഭിഷിക്തനെ, കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ കുടുംബം ബ്ലസ്ഡ് ആകട്ടെ, അവരുടെ ശുശ്രൂഷകൾ ബ്ലസ്ഡ് ആകട്ടെ, ദൈവം അവരെ മാനിക്കട്ടെ, മഹത്വം കൊണ്ട് നിറയ്ക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ നിരന്തരമായിട്ട് ഗ്ലോറി ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലൂടെ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ആമേൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വീടുകൾ ആമേൻ ഈ പ്രോഗ്രാം കാരണം മഹത്വം കൊണ്ട് മൂടുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച സത്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അതിൻ്റെ മറ്റു ചില ആശയങ്ങളിലോട്ട് ആമേൻ നീങ്ങുകയാണ്, പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ വീണ്ടും 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 ആവർത്തിച്ച് കേൾക്കുന്ന പദമാണ് മഹത്വം അഥവാ ഗ്ലോറി എന്ന ആശയം. ആമേൻ, ഹല്ലേലൂയ. എല്ലാവർക്കും ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, മഹത്വം. നമ്മൾ ആദ്യത്തെ എപ്പിസോഡുകൾ തൊട്ട് പഠിക്കുകയാണ്. ബൈബിളിൽ ഉടനീളം 3 റെലംസ് ഉണ്ട്. 3 മണ്ഡലങ്ങളിൽ ഒരു വ്യക്തിക്ക് ഓപ്പറേറ്റ് ചെയ്യാം, ഒരു അഭിഷിക്തൻ ഓപ്പറേറ്റ് ചെയ്യാം. ആമേൻ. ഫെയ്ത്ത് റെലം, അനോയിന്റിംഗ് റെലം, മൂന്നാമത്തതാണ് ഗ്ലോറി റെലം. വിശ്വാസത്തിൻ്റെ തലം, അഭിഷേകത്തിൻ്റെ തലം, ഗ്ലോറിയുടെ തലം, മഹത്വത്തിൻ്റെ തലം. ഇതിൽ പുതിയ നിയമ ഭക്തനെ ദൈവം വിളിച്ചിരിക്കുന്നത് മഹത്വത്തിൻ്റെ തലത്തിൽ ജീവിക്കുവാനായിട്ടാണ്. അതാണ് ദൈവത്തിന് ഏതൊരു വ്യക്തിയെക്കുറിച്ചും പുതിയ നിയമത്തിലുള്ള ആഗ്രഹം, പ്രതീക്ഷ, പ്രത്യാശ. ആമേൻ. ഇന്ന് നമ്മൾ അതിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആശയം, മഹത്വത്തിൻ്റെ തലത്തിൽ ആത്മപൂർണത വെളിപ്പെടും. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, മഹത്വത്തിൻ്റെ തലത്തിൽ ആത്മപൂർണത വെളിപ്പെടും. അല്ല, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ആത്മപൂർണനായി നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മഹത്വത്തിൽ ചലിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഓൺലി എ പേഴ്സൺ ഹു വാക്സ് ഇൻ ദ ഫുൾനെസ് ഓഫ് ദ സ്പിരിറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ മാൻ ഓഫ് ഗ്ലോറി. മഹത്വത്തിൻ്റെ മനുഷ്യൻ എന്ന് ഒരു വ്യക്തിയെ നമുക്ക് അഭിസംബോധന ചെയ്യണം എങ്കിൽ ആ വ്യക്തി മഹത്വത്തെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ പൂർണ്ണതയിൽ നടക്കുവാനായിട്ട് ഇടയായി തീരണം. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ആത്മപൂർണതയാണ് മഹത്വത്തിൻ്റെ തലത്തിലെ അടിസ്ഥാനം. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ആത്മപൂർണതയാണ് മഹത്വത്തിൻ്റെ തലത്തിലേക്ക് നിങ്ങളെ വലിച്ച് ഉയർത്തുന്നത്. ആത്മാവുണ്ട്, ആത്മപൂർണതയുണ്ട്. ഇത് രണ്ടും 2 വസ്തുതകളാണ് എന്നുള്ള ആശയം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ആത്മാവുണ്ട്, ആത്മപൂർണതയുണ്ട്. ഇത് രണ്ടും ഒരാശയമല്ല, 2 ആശയങ്ങളാണ്. ആമേൻ. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ആത്മാവും ആത്മപൂർണതയും 2ആണ്. ആത്മാവും ആത്മപൂർണതയും 2ആണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ആത്മാവിനെ ദൈവം പകർന്നു. എന്നാൽ ആത്മപൂർണത എന്നൊരു അനുഭവത്തെ പഴയ നിയമത്തിൽ എങ്ങും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. പഴയ നിയമത്തിൽ എങ്ങും നമുക്കത് കാണുവാനായിട്ട് സാധിക്കത്തില്ല. 1 പങ്ക് അഭിഷേകം ലഭിച്ചവരുണ്ട്, 2 പങ്ക് അഭിഷേകം ലഭിച്ചവരുണ്ട്. മോശയുടെ മേൽ നിന്ന് അഭിഷേകത്തെ എടുത്ത് 70 പേർക്ക് വിതരണം ചെയ്ത അനുഭവങ്ങളുണ്ട്. ചില മേഖലയ്ക്കും ചില പ്രത്യേക കാര്യങ്ങൾക്കും വേണ്ടി ദൈവം അവരെ അഭിഷേകം ചെയ്തു. അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബെസലേലിനെ, ഒഹല്യാബിനെ ആർട്ടിസ്റ്റിക് ഡിസൈനുകൾ ചെയ്യുവാനായിട്ട് അഭിഷേകം ചെയ്തു. പക്ഷെ വേറൊരു മേഖലയിൽ ആത്മാവ് പ്രവർത്തിക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. ചില പർട്ടിക്കുലർ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം അവരെ അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞാൽ, ശിംശോന്റെ മേൽ അഭിഷേകം വന്നത് യുദ്ധം ചെയ്യുവാനും ന്യായപാലനം ചെയ്യുവാനും ന്യായാധിപനായിട്ടിരിക്കുവാനുമാണ്. അവൻ വേറൊരു മേഖലയിലേക്ക് ആത്മാവിൻ്റെ സഹായത്തെ അന്വേഷിച്ചാൽ അവന് ലഭിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ആമേൻ, ഹല്ലേലൂയ. ഓരോ വ്യക്തിക്കും അവനവൻ്റെ ഒരു ശുശ്രൂഷ മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് ആത്മാവിനെ പകർന്നത്. എല്ലാവരും പറഞ്ഞാട്ടെ, പഴയ നിയമത്തിൽ ആത്മാവിനെ പകർന്നത് ഒരു പർട്ടിക്കുലർ ശുശ്രൂഷ കംപ്ലീറ്റ് ചെയ്യുവാനാണ്.
ഒരു പർട്ടിക്കുലർ ജോബ് പൂർത്തീകരിക്കുവാനായിട്ടാണ്. അതായത് ഇപ്പോൾ ഫയർഫോഴ്സിലോട്ട് നിങ്ങൾ പോയി ജോയിൻ ചെയ്താൽ അവർ നിങ്ങൾക്ക് ഫയർഫോഴ്സിൻ്റെ വണ്ടി തരും, അവർ നിങ്ങൾക്ക് ഫയർഫോഴ്സിൻ്റെ ഉടുപ്പ് തരും, ഫയർഫോഴ്സിന് വേണ്ടുന്ന ഉപകരണങ്ങൾ നിങ്ങൾക്ക് തരും. പോലീസിൽ ജോയിൻ ചെയ്താൽ പോലീസ് വണ്ടി തരും, പോലീസ് ആ ശുശ്രൂഷ പൂർത്തീകരിക്കാനുള്ള വണ്ടി തരും, ജീപ്പ് തരും, അകമ്പടി തരും, തൊപ്പി തരും, അതിൻ്റെ ഉടുപ്പ് തരും. ഇതൊക്കെ ആ ജോലിക്ക് വേണ്ടിയാണ്. എന്നാൽ ആ പോലീസുകാരനോ ഫയർമാനോ വീട്ടിൽ വരുമ്പോൾ ആ ഉടുപ്പില്ല, അവന് ആ സ്ഥാനമില്ല. ആ സ്ഥാനവും ആ ഉടുപ്പും ആ മാന്യതകളും എല്ലാം അവൻ്റെ ജോലിയുമായി കണക്റ്റഡ് ആണ്. പഴയ നിയമത്തിൽ ആത്മാഭിഷേകം എന്ന ഉടുപ്പ് വന്നിരുന്നത്, ആത്മാഭിഷേകം എന്ന ആ കവറിങ്, ആ ഉടുപ്പ്, ആ അലങ്കാരം, ആ ഒരു എക്യുപ്പിംഗ് വന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമാണ്. ബാക്കിയുള്ള അവരുടെ സമയങ്ങൾ അവരായി തന്നെ ശ്രമിച്ച് ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കണം. ആ മേഖലകളിൽ ആത്മാവ് ഇടപെടുന്നതായി ഞാൻ കണ്ടില്ല. ഹല്ലേലൂയ. എന്താണോ ദൈവം അവരെ ഏൽപ്പിക്കുന്ന ഒരു ടാസ്ക്, ആ ടാസ്കിന് വേണ്ടിയാണ് ആത്മാവ് വന്നത്. അതിനെ നമുക്ക് ആത്മപൂർണത എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. പൂർണ്ണത എന്ന് വിളിക്കണമെങ്കിൽ അതിന് കുറേ ആശയങ്ങളുണ്ട്. എപ്പോഴാണ് നമ്മൾ പൂർണ്ണത എന്ന വേർഡ് ഉപയോഗിക്കുന്നത്? അത് എപ്പോഴും ഒരു വ്യക്തിയുടെ കൂടെ കാണണം, അത് എല്ലാ മേഖലയിലും ഒരു വ്യക്തിയെ സഹായിക്കണം, കൂടിരിക്കണം. അപ്പോഴേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? പൂർണ്ണത എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ആ ശുശ്രൂഷയുടെ മേഖലയുടെ സമയത്തു മാത്രം ഒരു ആത്മാവിൻ്റെ ഇടപെടൽ വരുമ്പോൾ അതിനെ ആത്മപൂർണ്ണത എന്ന് വിളിക്കുവാൻ സാധിക്കുക ഇല്ല. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ആദാമിന് ശേഷം ആത്മപൂർണരായി നടന്ന ഒരു വ്യക്തി പോലും ഇല്ല. കാരണം പഴയ നിയമത്തിൽ ആത്മപൂർണത എന്ന തലമേ അവൈലബിൾ അല്ല. ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയ നിയമത്തിലോട്ട് ഞാൻ വരുമ്പോൾ ആത്മാവിൻ്റെ തലവുമുണ്ട്, ആത്മപൂർണതയുടെ തലവും ഉണ്ട്. ഈ രണ്ട് മേഖലയിലും ഒരു വ്യക്തിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അവകാശമുണ്ട്. പുതിയ നിയമത്തിൽ ജനിച്ചു വീഴുന്ന, വീണ്ടും ജനനം ആരംഭിക്കുന്ന വ്യക്തിയിൽ പോലും ആത്മാവുണ്ട്. ആമേൻ. അതുകൊണ്ടാണ് യോഹന്നാൻ 3:3 മുതൽ എഴുതിയത്, വെള്ളത്തിനാലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം അവകാശം ആക്കത്തില്ല എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ വീണ്ടും ജനിച്ച യേശുവേ എന്ന ആദ്യത്തെ വിളിയിൽ തന്നെ ആത്മാവ് ഒരു വ്യക്തിയുടെ അകത്ത് വരുന്നുണ്ട്. അവൻ ഒരു ഹിന്ദു ആയിരിക്കാം, അവൻ മറ്റൊരു മതത്തിൽപ്പെട്ടവനായിരിക്കാം. അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു, യേശുവേ നീ എൻ്റെ രക്ഷിതാവാണ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആദ്യ വിളിയിൽ തന്നെ ആത്മാവിൻ്റെ ചലനം അവനിൽ തുടങ്ങിക്കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ആത്മാവ് അവനിലുണ്ട്. അന്യഭാഷ ലഭിച്ചാലേ ആത്മാവ് വരത്തുള്ളൂ എന്ന് പറയുന്ന ഒരാശയത്തോട് വചനം ആക്ച്വലി യോജിക്കുന്നില്ല. യേശുവിനെ കർത്താവ് എന്ന് പറയണമെങ്കിൽ ആത്മാവ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് തന്നെയാണ് 1 കൊരിന്ത്യർ 12:3 പറയുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താവ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് ആത്മാവിനാലാണ് പറഞ്ഞത്. അത് വീണ്ടും ജനിച്ചവന് മാത്രമേ അത് പറയാനും സാധിക്കത്തുള്ളൂ. പക്ഷെ അതുകൊണ്ട് തീർന്നു എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമം ആത്മാവ് കൊണ്ട് തീരുന്നതല്ല, ആത്മപൂർണത കൊണ്ടാണ് തീരുന്നത്. എത്ര പേര് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പുതിയ നിയമത്തിൻ്റെ അൾട്ടിമേറ്റം എൻഡിങ് ആത്മാവിനെ പ്രാപിക്കുകയല്ല, ആത്മാവിൻ്റെ പൂർണ്ണതയിൽ നടക്കുകയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ ആത്മാവിൻ്റെ തലത്തിൽ നിന്നും ആത്മപൂർണതയുടെ തലത്തിലേക്ക് ഉയരുന്നതിൻ്റെ പേരാണ് വാക്കിംഗ് ഇൻ ഗ്ലോറി. മഹത്വത്തിൽ ചലിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിനെ പ്രാപിക്കുക എന്നല്ല, ആത്മാവിനെ പ്രാപിച്ചവൻ ആത്മപൂർണതയിൽ നടക്കുക എന്നാണ്. ഹല്ലേലൂയ. എന്താണ് ഈ പൂർണ്ണത? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പറയാറുണ്ട്, അവൻ കള്ളടിച്ച് അല്ലെങ്കിൽ അവൻ മദ്യപിച്ച് അടിച്ച് ഫിറ്റായി ഫുള്ളായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? അവനെ ഇപ്പോൾ മുഴുവനായി നിയന്ത്രിക്കുന്നത് മദ്യമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? ഒരാൾ മദ്യപിച്ച് വരുമ്പോൾ നമ്മൾ പറയും, ഇന്ന് അവൻ അടിച്ച് പൂക്കുറ്റിയായി ഫുള്ളായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, അവൻ്റെ ഓരോ ഞാടി ഞരമ്പും വികാരവും ഇച്ഛയും കൺട്രോളും എല്ലാം നിയന്ത്രിക്കുന്നത് ഇപ്പം മദ്യമാണ്.
ഞാൻ ലോകത്തിൻ്റെ ഭാഷയിൽ അങ്ങ് പറയാം, 2 പെഗ് അടിച്ചെന്ന് പറഞ്ഞ് നമ്മൾ പറയത്തില്ല അവൻ അടിച്ച് ഫിറ്റായെന്ന്. നമ്മൾ പറയാം ഇപ്പോഴും അവന് വെളിവുണ്ട്. എന്നാൽ ചിലർ പറയില്ലേ, വെളിവ് പോകുന്നിടം വരെ ഞാൻ കുടിക്കുമെന്ന്. ആ സാധനമാണ് പൂർണ്ണത എന്നു പറഞ്ഞാൽ, പുതിയ നിയമത്തിൻ്റെ തലം നീ ആത്മാവിനെ കുടിച്ച് 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 നിന്റെ വെളിവ് പോകണം. നിന്റെ ബുദ്ധിയുടെ തലത്തിൽ, നിന്റെ കഴിവിൻ്റെ തലത്തിൽ ജീവിക്കുന്ന മണ്ഡലങ്ങൾ പൂർണ്ണമായി അഴിഞ്ഞ് പൂർണ്ണമായി ദൈവാനുരൂപത കൈവരുന്ന തലത്തിൻ്റെ പേരാണ് ആത്മപൂർണത. 2 ഗ്ലാസ് മദ്യം കുടിച്ചെന്നും പറഞ്ഞ് നമ്മൾ ആരും പറയത്തില്ല അവൻ അടിച്ച് ഫുള്ളായെന്ന്. അവൻ ഇപ്പോഴും ഇച്ചിരി വെളിവുണ്ട്, ഇച്ചിരി ഒന്ന് ആടുന്നേ ഉള്ളൂ. മദ്യം അവനെ ഇച്ചിരി ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ പറയും അവൻ അടിച്ചാലും അടിക്കാത്ത പോലെ, അവന് സംസാരിക്കേണ്ട പോലെ സംസാരിക്കാനൊക്കെ അറിയാം എന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ളവരെന്തുവാ, അവർ മദ്യം അടിച്ച് ഫുള്ളായിട്ടില്ല. പക്ഷേ ഞാനിതിനെ ബൈബിളുമായിട്ട് കണക്ട് ചെയ്യട്ടെ, ഇന്നത്തെ ആശയവുമായിട്ട് കണക്ട് ചെയ്യട്ടെ. ഞാൻ പറയുന്നു, നിങ്ങൾ ആത്മാവിനെ അടിച്ച് ഫുള്ളാക്കണം. ഞാൻ ലോകത്തിൻ്റെ ഭാഷകളിൽ സംസാരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ആശയം പിടികിട്ടുവാനാണ്. അല്ല, മദ്യം എന്ന് പറഞ്ഞ പദമൊക്കെ ഉപയോഗിച്ചതുകൊണ്ട് ആരും അസ്വസ്ഥരാകരുത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുവാനായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആത്മാവിനെ അടിച്ച് ഫുള്ളാക്ക്. ബ്രദറെ, അങ്ങനെ ഒരു ഓപ്ഷൻ പുതിയ നിയമത്തിൽ ഉണ്ടോ? ഉണ്ട് എന്ന അറിവാദ്യം നിങ്ങൾക്ക് വേണം. നിങ്ങളുടെ തലയിൽ ഇപ്പോഴും ഇരിക്കുന്ന പഴയ നിയമത്തിൻ്റെ ഭാഗിക അഭിഷേകത്തെക്കുറിച്ചും ഭാഗികമായ അനോയിന്റിങ് തലത്തെക്കുറിച്ചുമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിനു വേണ്ടി ആഗ്രഹിക്കുകയോ പ്രത്യാശിക്കുകയോ ഇല്ല. എന്നാൽ നിങ്ങൾ ഇന്ന് അറിയേണ്ട കാര്യം, പുതിയ നിയമത്തിൽ ആത്മാവല്ല ഫൈനാലിറ്റി, ആത്മപൂർണതയാണ്. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? ഇവിടെ ഗ്രീക്ക് ബൈബിളിൽ, ഈ ഗ്രീക്കിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ പ്ലീറൈസ് എന്നൊരു പദം നമുക്ക് കാണാം. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിലാണ് നമുക്ക് ആ പദം കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, സഭയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. ഫുഡ് വിളമ്പുന്ന വിഷയത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അപ്പോസ്തലന്മാർ വന്നു, അവർ പറയുകയാണ് നമുക്ക് ചില കമ്മിറ്റി മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കണം. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു, ഒത്തിരി പേര് അഭിഷേകം പ്രാപിച്ചല്ലോ, നമുക്കിതിൽ നിന്ന് ആത്മപൂർണരായ 7 പേരെ തെരഞ്ഞെടുപ്പിൻ. അവരെന്താണ് പറഞ്ഞത്? അപ്പോസ്തലന്മാർ പറയുകയാണ്, ആത്മപൂർണരായ 7 പേരെ തെരഞ്ഞെടുപ്പിൻ. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, choose 7 men from among you who are known to be full of the spirit and wisdom. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം 3-ാം വാക്യം അവിടെ എഴുതിയിരിക്കുകയാണ്, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, choose 7 men from among you who are full of the Holy Spirit and wisdom. അവിടെ ഫുൾ എന്നൊരു വാക്കിനെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ഇപ്പോൾ തന്നെ ഫുൾ എന്ന് പറഞ്ഞ പദത്തെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. എല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്ത ഫുൾ. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ നിന്ന് 7 പേരെ, ആത്മപൂർണരായ, ആത്മാവിൽ നിറഞ്ഞവരായ 7 പേരെ തെരഞ്ഞെടുപ്പീൻ എന്നാണെന്ന് തോന്നുന്നു മലയാളത്തിൽ. ഈ നിറഞ്ഞവരെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ആത്മാവ് വന്നവർ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. മലയാളത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം വേണ്ടുന്നതുപോലെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയില്ല. ആത്മാവ് നിറഞ്ഞവരായ 7 പേരെ തെരഞ്ഞെടുപ്പിൻ എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ആശയം അത്ര ക്ലിയർ ആകത്തില്ല. ആത്മാവ് നിറഞ്ഞവരെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ആത്മാവിനെ പ്രാപിച്ചവർ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഗ്രീക്കോ ഇംഗ്ലീഷോ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്, those who are full of the spirit. ഇതിന് ഒരു തെളിവൂടെ ഞാൻ തരാം. ആമേൻ, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം, 2-ാം അധ്യായം, 4-ാം അധ്യായം ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാം 3000 പേർ സഭയോട് ചേർന്നു. ആമേൻ. കർത്താവിൻ്റെ വചനം കേട്ട്, പത്രോസിൻ്റെ വാക്കുകൾ കേട്ട് അവർ അഭിഷേകം പ്രാപിച്ചു. പിന്നെ അടുത്ത അധ്യായങ്ങളിൽ വരുമ്പോൾ 5000 പേർ സഭയോട് ചേർന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുകയാണ് 5000 പേർ സഭയോട് ചേർന്നു, അവരൊക്കെയും അഭിഷേകം പ്രാപിച്ചു, അവരൊക്കെയും ആത്മാവിനെ പ്രാപിച്ചവരാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ, ആമേൻ, കമ്മിറ്റി മെമ്പറിനെ തെരഞ്ഞെടുക്കേണ്ട ഒരു അവസരം വന്നപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞാൽ മതിയായിരുന്നു, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഏതേലും 7 പേരെ തെരഞ്ഞെടുപ്പീനെന്ന്.
എന്നാൽ അങ്ങനെയല്ല അപ്പോസ്തലന്മാർ പറഞ്ഞത്. എല്ലാവരും ആത്മാവിനെ പ്രാപിച്ചില്ലേ, അതിൽ ഏതേലും 7 പേരെ തെരഞ്ഞെടുപ്പീൻ എന്നല്ല വാക്യം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഏതേലും നമ്മുടെ കൂട്ടത്തിലെ, നമ്മുടെ സഭയിലെ ഏതേലും 7 പേരെ തെരഞ്ഞെടുപ്പീൻ എന്നല്ല വാക്യം. അവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ് ചൂസ്. കമ്മിറ്റി മെമ്പർ ആകാനുള്ള അന്നത്തെ യോഗ്യത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ പ്രാപിക്കുക എന്നതല്ല, ആത്മപൂർണതയായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ സഭകളിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ കമ്മിറ്റി മെമ്പേഴ്സാണ്. അവരില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം ഇത്രയധികം ജഡീകന്മാർ കൊടികുത്തി വാഴുന്നത് കമ്മിറ്റിക്കകത്താ. എന്നാൽ ആദിമസഭയിൽ കമ്മിറ്റി മെമ്പർ ആകണമെങ്കിൽ, അല്ലെങ്കിൽ ഇച്ചിരൂടെ കയറി പറയാം, ഫുഡ് വിളമ്പുന്ന ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, മേശകളിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷ ചെയ്യാനാണ് ഇവിടെ ഇവരെ തിരഞ്ഞെടുക്കുന്നത്. മേശകളിൽ, പുൾപിറ്റിലല്ല, മൈക്ക് പിടിക്കാനല്ല, വർഷിപ്പ് ലീഡറായിട്ടല്ല, ഇതിനായിട്ടൊന്നുമല്ല അവരെ തിരഞ്ഞെടുത്തത്. വിളമ്പാനാ തിരഞ്ഞെടുത്തത്. വിളമ്പണമെങ്കിൽ ആമേൻ, ആദിമ സഭയിലെ യോഗ്യത ആത്മാവല്ല, ആത്മപൂർണതയായിരുന്നു. വെറുതെ നിന്ന് വിളമ്പണമെങ്കിൽ, ഫുഡ് വിളമ്പി കൊടുക്കണമെങ്കിൽ ആദിമ സഭ വെച്ച കണ്ടീഷൻ ഇതാണ്: അവർ ആത്മാവിനെ പ്രാപിക്കണമെന്നല്ല, ആത്മപൂർണതയിൽ നടക്കണമെന്നാണ്. ആത്മപൂർണതയിൽ നടക്കണമെന്നാണ്. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു തലത്തിലോട്ട് നമ്മൾ കയറി വരണം? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഫുൾ ഓഫ് ദ സ്പിരിറ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പ്ലീറേസ്, ഫുൾ, പൂർണ്ണത, പൂർണ്ണമായും ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. ആത്മാവ് കൊണ്ട് അവരെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നതിനാൽ അവർ അവരിലില്ല. ആമേൻ. സ്തേഫാനോസ്, പ്രൊക്കാനോർ, നിക്കാനോർ, ഫിലിപ്പോസ്, ഇങ്ങനെ 7 പേരെ തെരഞ്ഞെടുത്തു. ഫിലിപ്പോസ് ഇല്ല. അതാണ് ആത്മപൂർണത. ഫിലിപ്പോസ് ഇപ്പോൾ മുഴുവൻ ആത്മാവിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തേഫാനോസ് ഇപ്പോൾ പൂർണ്ണമായി ആത്മാവിലാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഏതു നേരത്തും ചലിക്കുന്ന ആത്മമണ്ഡലത്തെയാണ് ആത്മപൂർണത എന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നത്. പഴയ നിയമത്തിൽ ആമേൻ ഒരിക്കലും കേവലം വിളമ്പുന്ന കാര്യത്തിനോ ഒന്നും ആത്മാവ് ഇടപെട്ടതായിട്ട് എനിക്കറിയത്തില്ല. അതൊക്കെ വന്നത് വലിയ വലിയ കാര്യങ്ങൾക്കാണ് പഴയ നിയമത്തിൽ വന്നത്. ഒന്ന് രാജാവാകാൻ, അല്ലെങ്കിൽ പ്രവാചകനാകാൻ, അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ദൈവിക ശുശ്രൂഷ, പ്രീസ്റ്റ് ആകാൻ, പുരോഹിതനാകാൻ ഒക്കെ മാത്രമാണ് പഴയ നിയമത്തിൽ ആമേൻ ആത്മാവ് വന്നത്. എന്നാൽ അതിനെ ഒന്നും ആത്മപൂർണത എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം പൂർണ്ണത എന്ന് വിളിക്കണമെങ്കിൽ 2 കണ്ടീഷൻ മീറ്റ് ചെയ്യണം. എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കണം, നിന്നിലിരുന്ന് എല്ലാം അവൻ ചെയ്യണം, എങ്കിൽ മാത്രമേ പൂർണ്ണത എന്ന് വിളിക്കാൻ പറ്റൂ. നോക്കിയേ, പുതിയ നിയമത്തിൽ വിളമ്പാം നേരവും ആത്മാവിൽ നിറഞ്ഞാൽ ആത്മാവിൻ്റെ ശരിയായ വിളമ്പൽ വെളിപ്പെടും. അവിടെ തെറ്റുകൾ വെളിപ്പെടുകയില്ല. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളോട് ആത്മാവിൽ സംസാരിക്കുന്നു. നിങ്ങളുടെ ജോലി സ്ഥലത്ത് വെളിപ്പെടുന്ന ആത്മാവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? നിങ്ങളുടെ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നിങ്ങളുടെ കിച്ചണിൽ വെളിപ്പെടുന്ന ആത്മാവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? നിങ്ങളുടെ ലിവിംഗ് റൂമിൽ, നിങ്ങളുടെ ഡൈനിങ് ഹാളിൽ വെളിപ്പെടുന്ന ആത്മാവിനെ പരിചയമുണ്ടോ? നിങ്ങൾ ശംഖുമുഖം ബീച്ചിലോ ആമേൻ എവിടെങ്കിലും കറങ്ങാൻ പോകുമ്പോൾ, അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുമ്പോൾ വെളിപ്പെടുന്ന ആത്മാവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? നിങ്ങൾ ബസ്സിൽ, ട്രെയിനിൽ കയറുമ്പോൾ വെളിപ്പെടുന്ന ആത്മാവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അതിൻ്റെ പേരാണ് ആത്മപൂർണത. അല്ലാതെ സഭയിൽ 10 തൊട്ട് 12 വരെ ഹല്ലേലൂയ പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ പ്രവർത്തിക്കുന്ന ആത്മാവിനെ ആത്മപൂർണത എന്ന് വിളിക്കാൻ പറ്റില്ല. അത് കേവലം ആത്മാവ് മാത്രമാണ്. അതുകൊണ്ടാണ് സഭയിൽ ഏറ്റവും കൂടുതൽ നൃത്തം ചെയ്ത് ആത്മാവിൽ അന്യഭാഷ പറയുന്നവൻ അത് കഴിഞ്ഞിട്ട് തോന്നിയവാസം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അവനിൽ ആത്മപൂർണത എന്ന തലത്തെക്കുറിച്ച് ഒന്നുകിൽ അവൻ അറിവില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും നടക്കുന്നില്ല, ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം വിളിച്ചു പറയട്ടെ. പുതിയ നിയമത്തിൽ നിങ്ങളുടെ മേൽ ആത്മാവ് വന്നിരിക്കുന്നത് നിങ്ങളോടുകൂടെ എന്നേക്കും എപ്പോഴും ഇരിക്കേണ്ടതിനെന്നാണ് യേശു പറഞ്ഞത്. എന്നേക്കും എപ്പോഴും ഇരിക്കേണ്ടതിന് മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്നേക്കും എപ്പോഴും എന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി കയറി പറയാം. നീ പല്ല് തേക്കുമ്പോൾ നിന്റെ കൂടെ ആത്മാവുണ്ട്, നീ കുളിക്കുമ്പോഴും നിന്റെ കൂടെ ആത്മാവുണ്ട്, നീ ചന്തയിൽ പോകുമ്പോൾ നിന്റെ കൂടെ ആത്മസാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് പൗലോസും അല്ലെങ്കിൽ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും യേശുവും ഒക്കെ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്തത് ക്രൂസൈഡിനോ വലിയ മീറ്റിങ്ങിനോ ആമേൻ വലിയ കൺവെൻഷനോ അല്ല, റോഡുകളിലാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്തത്. നിങ്ങൾ യേശുവിൻ്റെയും ശിഷ്യ
ശിഷ്യന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും ജീവചരിത്രം എടുത്ത് പഠിച്ചോ, ഏറ്റവും കൂടുതൽ അത്ഭുതം നടന്നിരിക്കുന്നത് ചുമ്മാ റോഡിൽ കൂടെ നടക്കുമ്പോൾ, ചുമ്മാതെ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പത്രോസിന്റെ നിഴല് തട്ടി രോഗി സൗഖ്യമായി. എന്തുകൊണ്ടാണ് റോഡിൽ അഭിഷേകം വ്യാപരിച്ചത്? എന്തുകൊണ്ടാണ് റോഡിൽ മഹത്വം ചലിച്ചത്? ബിക്കോസ് ദേ ആർ ക്യാരിയിങ് ദ ഫുൾനെസ് ഓഫ് ദ സ്പിരിറ്റ്. ഫുൾനെസ് എന്ന് പറഞ്ഞാൽ രണ്ടാശയം അതിലുണ്ട്. എപ്പോഴും നിന്റെ കൂടെയുണ്ട്, എല്ലാത്തിലും ഇടപെടാൻ നിന്റെ കൂടെയുണ്ട്. ഒന്നുകൂടെ പറയാം, എപ്പോഴും നിന്റെ കൂടെയുണ്ട്, എല്ലാത്തിലും ഇടപെടാൻ നിന്റെ കൂടെയുണ്ട്. ഒന്നുകൂടെ പറയാം, എപ്പോഴും നിന്റെ കൂടെയുണ്ട്. രണ്ട്, എല്ലാത്തിലും നിന്റെ കൂടെ ഉണ്ട്. റാസ്കറ്റസ് റഫാലിയ, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്രസൻസ്. എത്ര പേരാഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു റലത്തിലോട്ട് എനിക്ക് കയറണമെന്ന്. എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ മേഖലയിലും ഇപ്പോൾ ഞാനില്ല, ഇനി അത് ക്രിസ്തുവാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ജീവിക്കുന്നത് ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ശബ്ദമുയർത്തി പറഞ്ഞ, ഇനി ജീവിക്കുന്നത് ഞാനല്ല. ആമേൻ. ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. പഴയ നിയമത്തിൽ ആത്മാവ് വന്നത് ശുശ്രൂഷയ്ക്കായിട്ടാണെങ്കിൽ, പുതിയ നിയമത്തിൽ ആത്മാവ് വന്നത് നിന്നെ ശുശ്രൂഷിപ്പിക്കാനല്ല, നിനക്ക് വേണ്ടി ജീവിക്കാനാണ്. ഇതാണ് പ്രധാന ഗ്ലോറി റലത്തിലെ ഏറ്റവും വലിയ വ്യത്യസ്തത. ഇതാണ് പുതിയ നിയമത്തിൽ ഗ്ലോറി റലത്തിൽ ശുശ്രൂഷയ്ക്കായിട്ടല്ല ആത്മാവ് വരുന്നത്, ശുശ്രൂഷ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. പുതിയ നിയമത്തിൽ ആത്മാവ് വരുന്നത് ജീവിക്കാനാണ്. എല്ലാവരും പറഞ്ഞേ, ജീവിക്കാനാണ് ആത്മാവ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞാൽ പല്ല് തേക്കുന്നതൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത്. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പല്ല് തേക്കുമ്പോൾ ആത്മാവ് കാണത്തില്ല. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ റോഡിൽ ഇറങ്ങുമ്പോൾ ആത്മാവ് കാണത്തില്ല. പക്ഷെ പുതിയ നിയമത്തിൽ ആത്മാവ് വന്നത് വെറുതെ ഒരു ശുശ്രൂഷയുടെ സമയത്തേക്ക് വേണ്ടി മാത്രമല്ല. ശിംശോന്റെ മേൽ എപ്പോഴാണ് ആത്മാവ് വന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. പഴയ നിയമത്തിൽ ശിംശോന്റെ മേൽ എപ്പോഴാണ് ആത്മാവ് വന്നത്? ജഡ്ജസിലേക്ക് നമുക്കൊന്ന് നീങ്ങിയാലോ. ന്യായാധിപന്മാരുടെ പുസ്തകം, ആമേൻ, ഹല്ലേലൂയ, അതിൻ്റെ 15-ാം അധ്യായം, അതിൻ്റെ 14 മുതൽ നമുക്കൊന്ന് വായിക്കാം. പഴയ നിയമത്തിൽ എപ്പോഴാണ് ഈ ആത്മാവ് കയറി വന്നതെന്ന് നോക്കിയേ. ആമേൻ, ഹല്ലേലൂയ. ന്യായാധിപന്മാർ 15-14. As he approached Lehi, the Philistines came towards him shouting. അപ്പം ലേഹിയിലോട്ട് അടുത്തപ്പോൾ ആമേൻ ശിംശോന്റെ നേരെ ആമേൻ ഫിലിസ്ത്യർ അലറിക്കൊണ്ട് വന്നു. അപ്പോൾ the spirit of the Lord came powerfully upon him. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഫിലിസ്ത്യരെതിരെ വന്നപ്പോൾ ആത്മാവ് വന്നു. അപ്പൊ അതുവരെ എവിടായിരുന്നു ആത്മാവ്? അപ്പൊ പഴയ നിയമത്തിലെ ആത്മാവ് ആമേൻ അവരെ ഏൽപ്പിച്ച ടാസ്ക് പൂർത്തീകരിക്കാൻ, ശുശ്രൂഷ പൂർത്തീകരിക്കാൻ മാത്രം ഇറങ്ങി വന്ന ആത്മാവാണ്. എന്നാൽ ബാക്കി സമയങ്ങളിൽ അവരോട് കൂടെ ഉണ്ടാകണമെന്നില്ല. എന്ന് പറഞ്ഞാൽ വന്നും പോയും നിൽക്കുന്ന ഒരാത്മസാന്നിധ്യം. എന്നാൽ ഞാൻ നിങ്ങളോട് പ്രവചിക്കട്ടെ, പുതിയ നിയമം അതല്ല. ഇവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുക, the spirit of the Lord came powerfully upon him when the Philistines came shouting. ഫിലിസ്ത്യർ അവനോട് അടുത്ത് വന്നപ്പോൾ ആത്മാവ് ഇറങ്ങി വന്നു. കാരണം ഇവൻ ന്യായാധിപനാ, ഇവന് യുദ്ധം ചെയ്യേണ്ട ശുശ്രൂഷ ഇവന്റെ മേ കിടക്കുക. അതുകൊണ്ട് ആ സമയത്ത് ആത്മാവ് ഇറങ്ങി വരും. എന്നാൽ പുതിയ നിയമം അങ്ങനെയല്ല. യേശു പറഞ്ഞത് എന്താണ്? യേശു പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷത്തിലോട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് തിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം, അതിൻ്റെ 16-ാം വാക്യം. And I will ask the Father and he will give you another advocate to help you and to be with you forever. നിങ്ങളുടെ കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന്, എപ്പോഴും ഇരിക്കേണ്ടതിന്, നിങ്ങളിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകേണ്ടതിന് മറ്റൊരു കാര്യസ്ഥനെ ഞാൻ പിതാവിനോട് കൂടെ ചോദിക്കുന്നുണ്ട്. ആ കാര്യസ്ഥനാണ് പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് പരിശുദ്ധാത്മാവ് എന്നെ ഇന്ന് തൊട്ട് എല്ലാ മേഖലകളിലും ഇടപെടണം, എല്ലാ സമയങ്ങളിലും ഇടപെടണം, എല്ലാ സമയത്തും എല്ലാ മേഖലകളിലും? ചേർന്ന് പറഞ്ഞാട്ടെ, എല്ലാ സമയത്തും എല്ലാ മേഖലകളിലും, എല്ലാ സമയത്തും എല്ലാ മേഖലകളിലും. റാസ്കറ്റസ്, റഫാലിയാറ്റസ്, റാഫിയാൻറ്റോസ്. പല ക്രിസ്ത്യാനികൾക്കും ജയകരമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. പല ശുശ്രൂഷകർക്കും പുതിയ നിയമത്തിൽ പോലും ജയകരമായി ജീവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഞാൻ പഠിച്ചപ്പോൾ അവർക്ക് അവരുടെ കൂടെ എന്നേക്കും എപ്പോഴും എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആത്മസാന്നിധ്യത്തെ പരിചയമില്ല.
അവർക്കറിയാവുന്ന ആത്മസാന്നിധ്യം സൺഡേ സർവീസിൽ 10 മണി തൊട്ട് 11 മണി വരെ തുള്ളാനും ചാടാനും അന്യഭാഷ പറയാനും വേണ്ടി മാത്രമുള്ള ഒരാത്മസാന്നിധ്യമാണ്. കുഞ്ഞെ, അത് പറയുന്നതിലും നല്ല നീ അത് പറയാതിരിക്കുന്ന. കാരണം കൊരിന്ത സഭയോട് പറഞ്ഞു, നീ എത്ര അന്യഭാഷ പറഞ്ഞാലും നിന്നിൽ സ്നേഹമില്ലെങ്കിൽ നീ ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ, നിന്നിൽ ആത്മസാന്നിധ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും തുറന്നു വന്നില്ലെങ്കിൽ നീ വെറുതെ ചാടിയത് കൊണ്ട് മാത്രം കാര്യമില്ല, അന്യഭാഷ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. നിന്നിൽ പുതിയ നിയമത്തിൽ നിന്റെ വിളി എന്താണെന്ന് ഞാൻ നിങ്ങളോടൊന്ന് അറിയിക്കട്ടെ. എഫേസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിലോട്ട് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുകയാണ്. ആൻഡ് ടു നോ ദിസ് ലവ് ദാറ്റ് സർപാസസ് നോളജ് ദാറ്റ് യു മേ ബി ഫിൽഡ് ടു ദ മെഷർ ഓഫ് ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സർവ്വ സമ്പൂർണതയോളം നിറഞ്ഞു വരണമേ. അവിടെ എഴുതിയിരിക്കുകയാണ്. എഫേസ്യ ലേഖനം 3:19 എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ സർവ്വ സമ്പൂർണതയോളം, ദൈവത്തിൻ്റെ സർവ്വ സമ്പൂർണതയോളം എന്ന് പറഞ്ഞാൽ നിന്നിൽ നീ ഇല്ലാത്ത അവസ്ഥയാണ് പുതിയ നിയമം. പഴയ നിയമത്തിൽ മോശയിൽ ഇച്ചിരി മോശയുണ്ട്, ദാവീദിൽ ഇച്ചിരി ദാവീദുണ്ട്. അവൻ്റെ ദാവീദ് പുറത്ത് വരുമ്പോഴാ വിഷയം ഉണ്ടാകുന്നത്. ശിംശോനിൽ ഇച്ചിരി ശിംശോനുണ്ട്, അവനിലെ ശിംശോൻ പുറത്തു വരുമ്പോഴാ വിഷയം. അവനിൽ ആത്മാവ് പുറത്തു വരുമ്പോൾ നല്ലതാ. ദാവീദിൽ ദാവീദുണ്ട്, പക്ഷെ ആത്മാവും ഉണ്ട്. ശിംശോനും ഉണ്ട്, ആത്മാവും ഉണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ നിനക്കൊരു ഓപ്ഷൻ ഉണ്ട്. നിന്നിൽ നീ ഇല്ലാത്ത ഒരവസ്ഥ. ജാക്സൺ ഇല്ല. ജാക്സൺ ദൈവത്തിൻ്റെ സർവ്വ സമ്പൂർണതയോളം നിറഞ്ഞു വരുന്ന ഒരു ഓപ്ഷൻ പുതിയ നിയമത്തിൽ അവൈലബിൾ ആണ്. അതിൻ്റെ പേരാണ് ദ ഫുൾനെസ് ഓഫ് ഗാഡ്. പ്ലീറൈസ്, ആ പദത്തെ ഞാൻ നിങ്ങളുടെ അകത്തേക്ക് ഇടുകയാണ്. പ്ലീറോമാ, പ്ലീറൈസ്, ഫുൾ ഓഫ് ഗാഡ്, ഫുൾ ഓഫ് ദ സ്പിരിറ്റ്, ഫുൾ ഓഫ് ഗാഡ്, ഫുൾ ഓഫ് ദ സ്പിരിറ്റ്, ഫുൾ of God, full of the Spirit, and none of Jackson, none of you full of God, none of you full of God. നിങ്ങളില്ല, നിങ്ങളിൽ ദൈവം മാത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ തലത്തിലോട്ട് ഞാൻ കയറിയ പിന്നെ എനിക്ക് പോരില്ല, പോരാട്ടങ്ങളില്ല, യുദ്ധങ്ങളില്ല, ഞാൻ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, പിന്നെ നിങ്ങൾ ലോകത്തിന് വേണ്ടിയാണ് പോരാടുന്നത്, നിങ്ങൾക്ക് പോരാട്ടമൊന്നും വരത്തില്ല. ഈ ആത്മപൂർണതയുടെ തലത്തിലോട്ട് കയറിക്കഴിഞ്ഞാൽ നീ ജയാളിക്ക് മീതെ ജയാളിയായിരിക്കും. നിന്നെ തൊടാൻ രോഗമില്ല, ദുഃഖമില്ല. കാരണം നിന്റെ അടുക്ക വരുമ്പോൾ ആ രോഗം ദൈവത്തെ കാണും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ ഈ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരിൽ ആത്മപൂർണതയുടെ തലം ഇന്ന് ഈ സായാഹ്നത്തിൽ ചലിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് ഞാൻ ഇവിടെ ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ പഴയ നോർമൽ തലങ്ങളെല്ലാം ബ്രേക്ക് ആകട്ടെ. എന്നിട്ട് ഇവരിൽ ഒരു ആത്മപൂർണതയുടെ തലം ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇവരിൽ ഒരു ആത്മപൂർണത വെളിപ്പെടുമ്പോൾ ഇവരുടെ സർവ്വ പ്രശ്നങ്ങളും ഇവരുടെ കാൽ കീഴിൽ മെതിഞ്ഞമരുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പാ, അങ്ങ് ഇവർക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തതിനായി നന്ദി പറയുന്നു. അപ്പാ, ഇവർ രോഗികളായിരിക്കുന്നവർ ഹീൽഡ് ആകട്ടെ, ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ടിരിക്കുന്നവർ ഹീൽഡ് ആകട്ടെ. താങ്ക് യു ഫോർ ദ ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വി സറണ്ടർ എവറിത്തിങ് ഇൻ ജീസസ് നെയിം വി പ്രേ. ആമേൻ. നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോസ്റ്റൽ ജാക്സൺ ജെയിംസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ സൂം മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ പ്രോഗ്രാം ഗ്ലോറി ഫെസ്റ്റ് ഹാർവസ്റ്റ് ടിവിയിൽ എല്ലാ ട്യൂസ്ഡേ സാറ്റർഡേ ഉച്ചയ്ക്ക് 2:30 ഉണ്ട്. അതും നിങ്ങൾ കാണുവാനായിട്ട് ശ്രദ്ധിച്ചാട്ടെ. ദൈവം സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.